നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ആ അമ്മയാണ് ദൈവപൈതലെ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത്. അമ്മേ, അങ്ങയുടെ മക്കളെല്ലാം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവിനെ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങൾ ജപ്തി നടപടി നേരിടുന്ന മക്കളുണ്ട് ഈശോയെ. ഈ ആഴ്ച എങ്ങനെയാണ് തല്ലിപ്പിഴച്ച് പോകണമെന്നൊരു ഐഡിയയും ഇല്ലാതെ കടക്കാർ എപ്പോഴും ശല്യപ്പെടുന്ന വീടുകളുണ്ടമ്മേ. അവർക്കെല്ലാം ഈ ആഴ്ചയിൽ സമാധാനം കിട്ടാൻ ഇടയാക്കണമേ. ബാങ്കുകാർ പലപ്പോഴും പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വീടുകളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇതിന് രക്ഷപ്പെടുക എന്നൊരു ഐഡിയ ഇല്ല. അമ്മേ, എല്ലാ ആശയങ്ങളും കൊടുത്ത അമ്മ ഇവിടെ നിന്ന് മക്കളെ വിടേണ്ടത്. അവർ കണ്ണീരോടെ ഓടി വന്നിരിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥം വഹിക്കുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ 10,000-ങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും മധ്യസ്ഥം വഹിക്കുന്ന അമ്മേ, കുടുംബം തകർന്ന കുടുംബങ്ങളുണ്ട്. ജീവിത പങ്കാളി വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല, കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവളെ കേസ് കൊടുക്കാൻ പോണെന്ന് കേട്ടു. ഞാനിവിടെ നിന്നെടുത്ത് കൊടുക്കാനാണ് ഓർത്തിട്ട് ജീവിക്കാനും തോന്നണില്ല, മരിക്കാനും തോന്നാത്ത അവസ്ഥ. അമ്മേ, ഈ നിമിഷം അതെല്ലാം കാണണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവരുണ്ട്, ഉള്ള ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, ഉള്ള ആസ്തിയേക്കാൾ കൂടുതൽ കടമുള്ളവരുണ്ട്. ഇനി വെള്ളപ്പാടും ചുട്ട് മനുഷ്യനൊന്നും അറിയാത്ത സ്ഥലത്ത് പോയി അഭിമാനത്തോടെ ജീവിക്കണം. ഇവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയുള്ള വല്ലാത്ത വേദനപ്പെട്ടവരാണ് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന, ഹല്ലേലൂയ. പരമോന്നത യേശുവേ, ഹല്ലേലൂയ. തിരുമുൻപിൽ അരികൂടെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു തിരുമുൻപിൽ വീണ്ടും അവനുമാകുക. ദൈവസാന്നിധ്യം തളങ്കെട്ട് നിൽക്കേണ്ട സമയമാണ്. എൻ്റെ ദൈവവേദന ഇപ്പോഴേ ഈ ഹോള് മുഴുവനും ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇപ്പോൾ നീ ദൈവത്തോട് ചോദിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകുന്ന സ്വർഗീയ നിമിഷമാണെന്ന് പരിശുദ്ധ അമ്മ ഓർപ്പിക്കുന്നു. ദൈവത്തിലെ ചിലപ്പോൾ ഒരു ചെറിയ കടയാണുള്ളത്, ചിലപ്പോൾ ഒരു ഹോട്ടലാണുള്ളത്, ചിലപ്പോൾ റെസ്റ്റോറൻ്റാണ്. പക്ഷെ കച്ചവടം ഇല്ലാത്തവരുണ്ട്, കടങ്ങൾ പോയവരുണ്ട്, വാടക പോലും കൊടുക്കാൻ പറ്റാത്തവരുണ്ട്, വാടകക്കാർ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തവരുണ്ട്, ഒറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നവർ പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടേക്ക് വാങ്ങിച്ച കാശ് കൊടുക്കാനില്ലാത്തവരുണ്ട്. എല്ലാം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒത്തിരിയേറെ മക്കളെ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കണ്ണീരോടെ കർത്താവിൻ്റെ തിരുസന്നിധി അവരെല്ലാം സമർപ്പിക്കുന്നു. ഏജൻറ്റിന് പൈസ കൊടുത്തിട്ട് ഏജൻറ്റിനെ കുറിച്ച് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തവരുണ്ട്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട്. വീട്ടിലെ പരുവക്കേട് കാരണം ഉള്ള രോഗങ്ങൾ വീട്ടിൽ പറയാതെ പാത്ത് നടക്കുന്നവരുണ്ട്. എന്തൊരു കഷ്ടമാണമ്മേ. വീട്ടിലെ പരുവക്കേട് കാരണം രോഗം ഉള്ളത് മക്കളോടും ഭർത്താവിനോടും പറയാതെ നടക്കുന്ന അമ്മമാരുണ്ട്. എല്ലാവരും അമ്മേ, എല്ലാവരെയും സ്പർശിക്കണമേ. ഞങ്ങളുടെ കാര്യത്തിൽ മനുഷ്യനും ഭൗതിക ജീവിത സാഹചര്യവും പരാജയപ്പെട്ടിരിക്കുന്നു. അമ്മ എല്ലാവർക്കും വേണ്ടിയും മധ്യസ്ഥം വഹിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണം തന്നെ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുരന്തം ഉണ്ടായിരിക്കുന്നു. ജീവിതം തന്നെ ദുരന്തമായി മാറിയിരിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ നോക്കണമേ. ഒരുമിച്ച് ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ നോക്കണമേ. വലത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണുകൾ അടച്ച് അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ പഠനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചുള്ള അതിന് ഓട്ടിസമായിപ്പോയി. ഇനി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ധൈര്യമില്ല, അതും ഇങ്ങനെയായി പോകുമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെടുന്നവരെ അവർക്ക് തീരുമാനമെടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ വലതുകരം എല്ലാ കുടുംബങ്ങളിലും നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേസുള്ളവരെ, കേസിൻ്റെ സാക്ഷ്യവിസ്താരങ്ങളെല്ലാം കഴിഞ്ഞ് ആ കേസിൻ്റെ വിധി പറയാൻ വെച്ചിരിക്കുന്നവർ, അമ്മ തന്നെയായിരിക്കണം ജഡ്ജി. അങ്ങയുടെ മക്കളെ ഇനി കണ്ണീര് കുടിക്കാനുള്ള വിധി ഉണ്ടാകാതിരിക്കാൻ വിധി പറയാൻ വെച്ചിരിക്കുന്ന എല്ലാം, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്ന, വിസ നഷ്ടപ്പെട്ടവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്, അനധികൃതമായി താമസിച്ചിട്ട് ഗവൺമെൻറ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവരെവിടെ പോകാനാണ്? അവിടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പഠിക്കുകയാണ്. അവർക്കൊരു ഒരിടവും പരിടവും ഇല്ലാതെ അവർ നട്ടം തിരികെയാണ്. അവരെല്ലാം അമ്മ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. വഴിമുട്ടിപ്പോയ മക്കള് അവരെല്ലാം സ്പർശിക്കണം. ഭാഗോടമ്പടി എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാവർക്കും വേണ്ടി എല്ലാം കൈകാര്യം ചെയ്യപ്പോൾ ഇനിയിപ്പോൾ ജീവിക്കാനായപ്പോൾ, മക്കളും ഭാര്യയുമായിട്ട് ജീവിക്കാനായപ്പോൾ ഒന്നുമില്ലാതെ വന്ന അവസ്ഥയിലും ഒരു പണിയും ചെയ്യാത്തവർക്കൊക്കെ അവിടെ ഓഹരിയും കിട്ടി, അവർക്ക് മുടക്കുമില്ല, അവരെ രക്ഷപ്പെട്ടു. ഇനി എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. സ്വരത്തി കൈ ഉയർത്തി പറഞ്ഞേ മക്കളെ, എൻ്റെ എൻ്റെ അവകാശവും എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. എൻ്റെ കർത്താവാണ്. എൻ്റെ അവകാശവും എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. എൻ്റെ കർത്താവാണ്. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ ദൈവസ്നേഹത്തോടെ അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കണ്ണുകൾ അടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനമായി കർത്താവിനെ ഓർത്ത് സമർപ്പിതരാകാം. നമ്മെ പഠിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പലരും വലിയ പണമെടുത്ത് മുടക്കിയും കടം വാങ്ങിച്ചൊക്കെ പഠിച്ചിട്ട് അവർക്കിപ്പോൾ ഒന്നും മനസ്സിലാവണില്ല.
ഇട്ടച്ചും പോരാൻ തോന്നണില്ല. വീട്ടുകാരുടെ കണ്ണുനീര് ഓർത്തിട്ട് ഇട്ടച്ചും പോരാൻ തോന്നണില്ല. പഠിക്കാൻ പറ്റണമില്ല. അങ്ങനെ വല്ലാത്ത വീർപ്പ് മുട്ടൽ ജാപിക്കുന്നവർ ഈ നിമിഷം കർത്താവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധരേ പരമോന്നതാ യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അനുകൂലേ നോക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ 26/5/2023 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഇടുക്കി ജില്ലയിലെ ഉപ്പതറയിലുള്ള ആളാണ്. പേര് ടോമി ജോസഫ്. ഇത് എൻ്റെ മകൾ മിഷേൽ ടോമി. ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരല്പം സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. മകളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു. മകൻ ബാംഗ്ലൂരിൽ ജോലിയാണ്. അവൻ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മകൻ്റെ സാമ്പത്തിക സഹായം ചെയ്യുവാനോ മകളുടെ വിവാഹം നടത്തുവാനോ ഒന്നും സാധിക്കാത്ത സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാണ്ട് സാധിച്ചില്ല. വീണ്ടും കൊറോണ കാലമായി. അതിനുശേഷം 26/5/2023 അവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ വെച്ച നിയോഗങ്ങൾ നടന്ന കാര്യങ്ങൾ ആണ് ഞാൻ പറയുന്നത്. എൻ്റെ മകളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിശ്ചിതമായിട്ടുള്ള സമയത്ത്, ആ വിവാഹം നടക്കുന്ന സമയത്ത് മകളുടെ ഭർത്താവ് ജർമ്മനിയിലാണ്. അപ്പോൾ അവന് അവധി കിട്ടുന്ന ആ സമയത്ത് വിവാഹം നടക്കണം. അതുപോലെ തന്നെ മകൾക്ക് അവിടെ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് അഡ്മിഷൻ ലഭിക്കണം. അത് ഏപ്രിൽ മാസത്തെ കോഴ്സിന് ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ രണ്ട് കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവൾക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് IELTS എഴുതണം. അതുപോലെ തന്നെ ജർമ്മൻ പഠിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്നു. കൃത്യമായിട്ടും 2024 ഫെബ്രുവരി 8 മകളുടെ വിവാഹം നടന്നു. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒത്തുവന്നു. അതിനുശേഷം 9 ഇവർക്ക് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ അതിന് മുമ്പ് ലഭിച്ചു. അതിനുശേഷം ആ സമയത്തേക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടുള്ള പൈസ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് കയ്യിലെത്തിച്ചേർന്നു. ഒരു ഫെഡറൽ ബാങ്കിൽ നിന്നൊരു ലോണിന് അപേക്ഷിച്ചു. അഗ്രി ഓടി ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അപ്പോൾ അതിന് ഒരു 10-15 ദിവസം താമസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലോണ് എനിക്ക് പാസ്സായിട്ട് എമൗണ്ട് കൃത്യമായിട്ട് വന്നു. കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു. മാതാവിന് നന്ദി, ഈശോയ്ക്ക് സ്തുതി. അതുപോലെ തന്നെ വീണ്ടും ഇവളുടെ വിസ ആദ്യമേ ചെയ്തപ്പോൾ ആദ്യമേ SOP എഴുതിയിലെ സാങ്കേതിക തകരാറ് മൂലം ഒന്ന് റിജക്റ്റായി. വീണ്ടും ഞാനൊരു നിയോഗം വെച്ചിരുന്നു. ആ നിയോഗപ്രകാരം അടുത്ത ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് വിസ ലഭിക്കുകയും ഇവർക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഈശോയ്ക്ക് സ്തുതി, മാതാവിന് നന്ദി. വീണ്ടും ഉടമ്പടി വസ്തുക്കൾ ഇങ്ങനെ ലോണൊക്കെ ഉണ്ടെങ്കിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉപ്പ് തളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് തന്നെ ഇവിടെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീടിന് തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു വലിയ തെങ്ങ്, മണ്ട പോയ തെങ്ങ്, ഒരു 65 അടി 70 അടിയോളം നീളമുള്ളൊരു തെങ്ങ് ചുവട് ഒടിഞ്ഞിട്ട് നമ്മുടെ കൈവണ്ണമില്ലാത്തൊരു ചെറിയ കമ്പിൽ തങ്ങി നിന്നു. അപ്പോൾ അത് കണ്ട് എനിക്ക് പണിതുകൊണ്ടിരുന്നവരും അടുത്തുള്ള ആൾക്കാരും എല്ലാവരും ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. ഇത് പോന്നാൽ എൻ്റെ വീടിൻ്റെ ഒരു 3 ഭാഗത്തിന് മുകൾ വശത്തോടെ തകർത്തുകൊണ്ട് മുൻവശത്തുള്ള മുറ്റവും കഴിഞ്ഞ് പോകാനായിട്ടുള്ള അത്രയേറെ നീളമുണ്ട് ആ വീടിൻ്റെ ആ തെങ്ങിന്. പക്ഷേ എനിക്ക് യാതൊരു വിധമായ ടെൻഷനും ആ സമയത്ത് ഉണ്ടായില്ല. ഞാൻ ആ തെങ്ങിന് ചുറ്റുമായിട്ട് ഉപ്പ് തളിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. എൻ്റെ വീടിന് ചുറ്റും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. യാതൊരു വിധത്തിലും എൻ്റെ വീടിന് ഒരു അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകരുത് എന്ന് ഞാൻ നിയോഗമായിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1.5 മാസത്തിന് ശേഷമാണ് ആ തെങ്ങ് വെട്ടി മാറ്റാനായിട്ടുള്ള ഒരാളെ കിട്ടുന്നത്. മറ്റാരും അത് വെട്ടി മാറ്റാനായിട്ട് ധൈര്യപ്പെട്ടില്ല.
ഈ വന്നയാൾ വളരെ പ്രാർത്ഥനയിലും വളരെ നിഷ്ഠയോടും ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വന്നൊരു 15 മിനിറ്റ് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ട് ആ തെങ്ങ് കഷ്ണങ്ങളായി വെട്ടി മുറിച്ച് മാറ്റാനായിട്ട് സാധിച്ചു. ആരും മറ്റുള്ള ഒരു വെട്ടുകാരും ധൈര്യപ്പെടാതിരുന്നൊരു കാര്യമാണ്. അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേക കാര്യം, ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ ഏറ്റവും വലിയ മഴയും കാറ്റും ഉണ്ടായിരുന്ന ദിവസം തന്നെ ഒരല്പം ബ്രേക്ക് കിട്ടുകയും ഈ സംഭവം അപകടരഹിതമായിട്ട് വെട്ടി മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതുപോലെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റും ആയുർവേദ തെറാപ്പി ഇൻസ്ട്രക്ടറുമായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഒരു ദിവസം രാത്രിയിൽ ഒരു 8 കാലി കടിച്ചു. ഉറക്കത്തിൽ മറ്റേ കാലുകൊണ്ട് നോക്കിയപ്പോൾ മറ്റേ കാലിലും കടിച്ച്. ഇത് രാവിലെ ചത്ത് കാലിലിരുന്നപ്പോഴാണ് ഇത് 8 കാലി കടിച്ചതാണെന്ന് മനസ്സാകുന്നത്. ഞാൻ 2 ദിവസത്തേക്ക് മരുന്ന് കഴിച്ചു. പിന്നീട് മറന്നുപോയി, പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. വീണ്ടും പല തവണകളിലും ആ ഒരു സമയമാകുമ്പോൾ ഏറെക്കുറെ കാലിൽ ചെറിയ ചൊറിഞ്ഞുപൊട്ടലുണ്ടാകുമായിരുന്നു. ഒരല്പം മരുന്ന് കഴിയും, അതൊക്കെ മാറും. വീണ്ടും 12 വർഷം ശേഷം അതികഠിനമായ ചൊറിഞ്ഞ് പൊട്ടുന്നൊരവസ്ഥയിലേക്ക് വന്ന കാല് എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ദിവസങ്ങളിൽ 2-3 മാസം കഷായം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും പുരട്ടുകയും ഒക്കെ ചെയ്തിട്ടും ഇത് മാറാതിരുന്നു. ഇവിടെ നിന്നുള്ള വിശുദ്ധ തൈലവും ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ കാലിൽ പുരട്ടി. അത് പരിപൂർണമായിട്ടും ആ അലർജി പരിപൂർണമായിട്ട് ശമിച്ചു. അനുഗ്രഹ പ്രാർത്ഥനയിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ച് സ്ഥലത്തിൻ്റെ ആ വിൽപ്പന നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം അച്ഛന് അനുഗ്രഹ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ വിഷമിക്കുന്ന കാര്യത്തിൽ 17 ദിവസത്തിനകം ദൈവ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു. കൃത്യം 12ാമത്തെ ദിവസം എൻ്റെ സ്ഥലവും വീടും കാണാനായിട്ട് ആൾക്കാർ വന്നു. 14ാമത്തെ ദിവസം കണ്ടതിൻ്റെ പിറ്റേ ദിവസം അവർ വരട്ടെ എന്ന് ചോദിച്ചു. അന്ന് എനിക്കൊരു അസൗകര്യം കൊണ്ട് അതിൻ്റെ അടുത്ത ദിവസം വരാൻ പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം വന്നു. സ്ഥലം കച്ചവടമായി. സ്ഥലത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഇടപാടുകളെല്ലാം തീർന്നു. 3-ാം തീയതി ഞാൻ ആ താക്കോൽ കൊടുത്ത് പരിപൂർണമായിട്ട് അവിടെ നിന്ന് മാറുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥലം വിൽപ്പന നടക്കുകയില്ല എന്നും ആ പ്രദേശത്തെ സ്ഥലങ്ങളൊന്നും വിൽപ്പന നടക്കുകയില്ല, കേരളത്തിൽ തന്നെ ഇത്ര സ്ഥലം വിൽപ്പന നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരല്പം കൂടുതൽ സ്ഥലമുണ്ടായിരുന്നു. 4 ഏക്കർ 5 ഏക്കറോളം അടുത്തുള്ള സ്ഥലമുണ്ടായിരുന്നു. അതുപോലെ പല പ്രശ്നങ്ങളുമുള്ള ഏരിയയാണ്. മുല്ലപ്പെരിയാറിൻ്റെ ഭീഷണി, അതുപോലെ തന്നെ ബഫർ സോൺ ഏരിയ. അത് കാരണത്താൽ ഒരു കാരണവശാലും ഇത് നടക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരും തന്നെ ഞാൻ പറയാതെ തന്നെ പോയി പറയുന്നു, സ്ഥലം വിൽപ്പന നടന്നുവല്ലേ എന്ന് ചോദിക്കുന്നു. കൃപാസനത്തിൽ പോകുന്നുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നു. കൃത്യമായിട്ടും എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമായിട്ടും മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ഒരു മാധ്യസ്ഥതയിൽ ഈശോയുടെ ഒരു അനുഗ്രഹത്തിൽ മാത്രമാണ് ഈ സ്ഥലം വിൽപ്പന നടന്നത്. സ്ഥലം വിൽപ്പന നടന്നു. എൻ്റെ മകനും മകൾക്കും ഷെയർ കൊടുക്കുവാനായിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അൺമാരിഡ് ആയിട്ടുള്ളൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിക്കുള്ളൊരു 1 ഏക്കർ വീതം കൂടി ഇത് ചേർത്തുണ്ടായിരുന്നു. അതും വിറ്റും അവരുടെയും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഒരു അനുഗ്രഹം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ലഭിച്ചു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി പത്രം എല്ലാ വീടുകളിലും എൻ്റെ അടുത്തുള്ള ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ പലർക്കും പത്രം ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഈ മാസത്തെ പത്രം കിട്ടുകയോ എന്ന് എന്നോട് ചോദിച്ച് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞാൻ കയറി രോഗികളെ സന്ദർശിക്കാറുണ്ട്. എപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലും അവിടെ കിടക്കുന്ന രോഗികളിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതിൽ ആരെങ്കിലും ഒരാൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരും ഉടമ്പടിക്ക് ആശീർവാദം ധരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു അപൂർവമായൊരു കാഴ്ച കൂടി എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. ഞാൻ വെച്ചിട്ടുള്ള മറ്റൊരു നിയോഗമാണ് എൻ്റെയും മകൻ്റെയും എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ്. 10-12 വർഷങ്ങളായി. എൻ്റെയും മകൻ്റെയും ഭാര്യയുടെയും മകളുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ എന്ന്. എല്ലാ ചെറിയ കാര്യങ്ങളിലും എപ്പോഴും അങ്ങനെ ഒരു പ്രത്യേക സംരക്ഷണമുള്ളതായിട്ട് എനിക്കൊരു ബോധ്യവും അനുഭവവും ഉണ്ടാകാറുണ്ട്. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്തിൻ്റെ ഈ വേദിയിൽ വന്ന് ഇതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടുള്ള വലിയ ഒരു അനുഗ്രഹം ലഭിച്ചതിന് ഈശോയ്ക്കും മാതാവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എപ്പോൾ ബൈബിൾ തുറന്നാലും ഉടമ്പടിക്ക് ശേഷമാണ് ഒരു പ്രത്യേകത കണ്ടത്. ഇപ്പോൾ ഞാൻ ഓർമ്മ പറയാണ്, ബൈബിൾ എപ്പോൾ തുറന്നാലും എപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാലും എപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക, എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറന്നു പോകരുത്. ആ ഒരു സങ്കീർണം പരിപൂർണമായിട്ടും ബൈഹാർട്ടായിട്ട് തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് എപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കാറുണ്ട്. ഉടമ്പടി ജീവിതം ആരംഭിച്ച ശേഷമാണ്
ആ ഒരു കാര്യം എനിക്ക് സാധിച്ചിട്ടുള്ളത്. പരിശുദ്ധ അമ്മ ഈ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെയും ഒരു സാക്ഷിയാക്കി തീർത്തതിന് അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് നിർമ്മല റിച്ചാർഡ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മരീനാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ രോഗസൗഖ്യത്തിനെ കുറിച്ചാണ്. ഞാൻ 25 വർഷത്തോളമായി ഒരു ന്യൂറോളജി വിഭാഗത്തിലെ ഒരു പേഷ്യൻ്റായിരുന്നു. മെഡിക്കൽ കോളേജിലെ ഗുളിക എല്ലാ മാസം തോറും ഞാൻ പോയി വാങ്ങിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ 2024 മെയ് മാസം 14-ാം തീയതി ഈ അമ്മയുടെ ആലയത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇതുവരെ ആ ഗുളിക കഴിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള രോഗം വരികയാണെങ്കിൽ ആ അമ്മയുടെ ഔഷധമായ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം പറയുകയും ആ ഉപ്പ് ഞാൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം എനിക്ക് ഇതുവരെ ആ രോഗം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഗുളികയും ഇതുവരെ കഴിച്ചിട്ടില്ല. 2023 ഓഗസ്റ്റ് മാസം 13-ാം തീയതി എൻ്റെ ഭർത്താവ് മരണമടയുണ്ടായി. അപ്പോഴെനിക്ക് 15 ലക്ഷത്തോളം കടബാധ്യത ഉണ്ടായിരുന്നു. 2 ബാങ്കിൽ നിന്നും ഞാൻ ലോൺ എടുത്തിരുന്നു. ആ ലോൺ അടയ്ക്കുവാൻ എനിക്കൊരു വഴിയുമില്ലായിരുന്നു. ഒരു ചെറിയ വരുമാനം കൊണ്ട് ഞാൻ ജീവിച്ചു പോവുകയായിരുന്നു. എനിക്ക് 3 മക്കളുണ്ടായിരുന്നു. എൻ്റെ 2 മക്കളുടെ വിവാഹം കഴിഞ്ഞു. ഇനി ഒരു മകളുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ കാണാം 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതി ഒരു ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വരികയുണ്ടായി. ആ നോട്ടീസും കൊണ്ട് ഞാൻ 2025 സെപ്റ്റംബർ മാസം 30-ാം തീയതി ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയുണ്ടായി. ജോസഫ് അച്ഛൻ പറഞ്ഞു, മകൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, മകളുടെ എല്ലാ കടബാധ്യതകളും തീരും, മകൾ സന്തോഷത്തോടെ ഇരിക്കും, മോള് പ്രാർത്ഥിക്കണം, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. ഞാൻ പറഞ്ഞു, അതേ അച്ഛാ, ഞാൻ സാക്ഷ്യം പറയും. ഞാൻ അതിനു മുമ്പ് എൻ്റെ ഭർത്താവ് മരിച്ച് 2 വർഷത്തോളമായി റിസ്ക് ഫണ്ടിന് അപേക്ഷിച്ചിരുന്നു. ആ റിസ്ക് ഫണ്ടിന് ഞാൻ എല്ലാ മാസവും ഞാൻ ആ ബാങ്കിൽ പോയി ചോദിക്കുകയും ഫോൺ വഴി ഞാൻ അവരോട് ബന്ധപ്പെടുകയും ചെയ്യുമായിരുന്നു. എൻ്റെ റിസ്ക് ഫണ്ടിൻ്റെ കാര്യം എന്തായി? അവർ പറയും ഉടനെ നടക്കും, ഉടനെ നടക്കും. എൻ്റെ ഭർത്താവ് മരിച്ച് 2 വർഷത്തോളം കഴിഞ്ഞിട്ടും ആ റിസ്ക് ഫണ്ട് ഇതുവരെ ഒന്നും ആയില്ലായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടിട്ട് എൻ്റെ ഭവനത്തിലേക്ക് പോയി. പിറ്റേന്ന് ഞാൻ ആ ബാങ്കിലോട്ട് ഫോൺ ചെയ്ത് വിളിക്കുകയുണ്ടായി. എൻ്റെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ റിസ്ക് ഫണ്ട് എന്തായി? അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് 4.5 ലക്ഷം രൂപ എനിക്ക് റിസ്ക് ഫണ്ടിൽ കുറവ് ചെയ്തിട്ടുണ്ട്. ആ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനുമാണ് എനിക്ക് ഈ അത്ഭുതം കാണിച്ചു തന്നത്. ഞാൻ എപ്പോൾ വിളിച്ചാലും എൻ്റെ ആലയത്തിലേക്കും എൻ്റെ അടുത്തേക്കും ഓടിയെത്തുന്ന എൻ്റെ പരിശുദ്ധ അമ്മ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ. ഞാൻ എപ്പോൾ വിളിച്ചാലും എൻ്റെ അമ്മ ഓടി എൻ്റെ അടുത്തെത്തും. എനിക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തിത്തരും. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ കാണും. അതിലൂടെ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നും. അച്ഛൻ എൻ്റെ കാര്യങ്ങൾ എന്നോട് പറയുകയും എന്നെക്കുറിച്ചാണ് അതിന് പറയുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എല്ലാ ദിവസവും ഞാൻ സാക്ഷ്യം കേൾക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ഈ 2 പ്രമാണവും 2 ബാങ്കിലെ ലോണും എനിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ ഇൻഷുറൻസ് പൈസയായ തുകയും എനിക്ക് കഴിഞ്ഞ മാസം കിട്ടുകയുണ്ടായി. അതുപയോഗിച്ച് ഞാൻ 2 പ്രമാണങ്ങളും 2 ബാങ്കിൽ നിന്ന് എടുക്കുകയും എൻ്റെ കടബാധ്യതകൾ മുഴുവനും എനിക്ക് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തീർത്തു തരികയും ചെയ്തു. ഈ കോടാനുകോടി നന്ദികൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഞാൻ എല്ലാ മാസവും ഞാൻ ഈ ഭവനത്തിൽ വന്ന് ഞാൻ കൃപാസനം, പത്രവും, ഉടുപ്പും, തേനും എല്ലാം വാങ്ങിച്ചു കൊണ്ട് ഞാൻ പോകും. വേറെ ജാതിക്കാർക്കാണ് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുന്നത്. എന്നോടൊപ്പം ജോലി ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കോടും പറഞ്ഞ് ഞാൻ ഈ പത്രം കൊടുക്കുകയും അവർക്ക് ആവശ്യമായ ഉപ്പും കാശുരൂപം എല്ലാം ഞാൻ കൊടുക്കുകയും ചെയ്യും. എന്നെ ഇത്രത്തോളം വളർത്തി. എനിക്ക് വേറെ 2 സാക്ഷ്യം കൂടെ പറയാനുണ്ട്. എൻ്റെ മക്കൾ എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് എനിക്കത് പറയാൻ സാധിച്ചില്ല. എൻ്റെ മക്കളോടുകൂടി ഞാൻ വന്ന ആ സാക്ഷ്യം ഞാനിവിടെ വിളംബരം ചെയ്യുന്നതായിരിക്കും. ഞാൻ പ്രേക്ഷിത ജോലി എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയിലും ഞാൻ പൊതിച്ചോറ് കൊടുക്കും. ഈ രോഗികളായി കിടക്കുന്നവരെ ഞാൻ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന പൈസകൾ ഞാൻ കൊടുക്കുകയും ഈ ആലയത്തിലേക്ക് കഴിയാൻ പൈസ ബുദ്ധിമുട്ടുള്ള
ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുത്ത് അവരെ ഈ ആലയത്തിലോട്ട് അനയിക്കുകയും എനിക്ക് അമ്മ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ അവരുടെ എല്ലാ ആൾക്കാരോടും ഞാൻ വർണ്ണിക്കുകയും ചെയ്യും. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു. എന്നാലും ഞാൻ കൂടുതൽ ആത്മീയമായിട്ട് മുമ്പോട്ട് പോയിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് ഞാൻ ഉണരുകയും എല്ലാ പ്രാർത്ഥനയും ഞാൻ പഠിച്ച് എത്രയും വേഗം എനിക്ക് എൻ്റെ ഭവനത്തിൽ, എൻ്റെ ആലയത്തിൽ എനിക്ക് ഓടിയെത്തുകയും ആ ആലയത്തിൽ ഞാൻ മുട്ടിൽമേലിരുന്ന് എന്നാൽ കഴിയുന്ന ജപമാലകൾ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുകയും എല്ലാ ദിവസവും ഒരു ദിവസം എനിക്ക് എത്ര ദിവ്യബലി കാണാൻ പറ്റുമോ അത്ര ദിവ്യബലി ഞാൻ കാണുകയും, ഞാൻ രാവിലെ 9:30 മുതൽ 3:30 മണി വരെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അംഗൻവാടിയിലാണ് പോകുന്നത്. ആ കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് എപ്പോൾ കിട്ടിയാലും ആ ദേവാലയത്തിലും എൻ്റെ ഭവനത്തിലും ഞാൻ എപ്പോഴും പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത്. ഞാൻ എൻ്റെ ജീവിതകാലം വരെ ഈ അമ്മയുടെ ആലയത്തിൽ ഞാൻ വരികയും ഈ അമ്മയ്ക്കും തിരുകുമാരനും എന്നും സാക്ഷിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞ് ഞാൻ ഈ സാക്ഷ്യം രേഖപ്പെടുത്തുന്നു.